ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് സുപ്രധാനമായ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ഡിസംബർ 30 ചൊവ്വാഴ്ച വന്നിട്ടുള്ള ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള 3-ാം പേജിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, മലപ്പുറം ജില്ലാ പഞ്ചായത്ത്, അതാണിപ്പോൾ കേരളത്തിൽ തന്നെ ചർച്ച ചെയ്യുന്നൊരു ജില്ലാ പഞ്ചായത്ത്. പ്രതിപക്ഷമില്ലാത്ത ഒരു ജില്ലാ പഞ്ചായത്താണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. അത് ആദ്യമായി പ്രിയങ്കരനായ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട PA ജബ്ബാർ ഹാജി നമ്മുടെ ചന്ദ്രിക റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ചന്ദ്രികയിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ലേഖനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഉണർത്തുകയാണ്, ഷെയർ ചെയ്യണമെന്നും അറിയിക്കുകയാണ്. നമുക്ക് റിപ്പോർട്ടിലേക്ക് കടക്കാം. ജില്ലയെ വ്യവസായ ഹബ്ബാക്കി മാറ്റും PA ജബ്ബാർ ഹാജി എന്ന തലക്കെട്ടിലാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. മെയ്ഡ് ഇൻ മലപ്പുറം വിദേശ വിപണിയിൽ ഇറക്കും. വൃക്ക രോഗികൾക്ക് ഡയാലിസിസിന് സാമ്പത്തിക സഹായം പരിഗണിക്കും എന്നാണ് മെയിൻ തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് റിപ്പോർട്ടിലേക്ക് കടക്കാം. മലപ്പുറം സ്വകാര്യ പങ്കാളിത്തത്തോടെ മലപ്പുറത്തെ വ്യവസായ ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി മലപ്പുറം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു. പൂർണ്ണമായും സംരംഭക സൗഹൃദമായ വ്യവസായ അന്തരീക്ഷം സൃഷ്ടിക്കും. അഭ്യസ്തവിദ്യരായ യുവാക്കളെയും സ്ത്രീകളെയും സംരംഭക ലോകത്തേക്ക് കൈപിടിച്ചുയർത്താൻ നിരവധി പദ്ധതികൾ നടപ്പിലാക്കും. ഉൽപ്പന്നങ്ങൾക്ക് മെയ്ഡ് ഇൻ മലപ്പുറം പേരിൽ വിദേശ വിപണിയിൽ ഇടമൊരുക്കും. വ്യാവസായിക മേഖലയിൽ മലപ്പുറം മോഡൽ അടയാളപ്പെടുത്തുന്ന 5 വർഷമാണ് വരാനിരിക്കുന്നത്. വ്യാവസായിക മേഖലയിൽ മലപ്പുറത്തിൻ്റെ പേരും ഉയർന്നു കേൾക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് നടത്തുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നതിന് സർക്കാർ തലത്തിലുള്ള പ്രാദേശിക പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമം നടത്തും. ഇതിനായി പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികൾ, മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ട് പ്രശ്നപരിഹാരത്തിന് വഴി തേടുമെന്നും അദ്ദേഹം പറഞ്ഞു. 100 കണക്കിന് രോഗികളാണ് ഇത്തരത്തിൽ മലപ്പുറം ജില്ലയിലുള്ളത്. രോഗം വന്നു നിർധനരായ ഇത്തരം രോഗികൾക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് S മഹേഷ് കുമാർ അധ്യക്ഷനായി. സെക്രട്ടറി VP നാസർ, ട്രഷറർ PA അബ്ദുൽ ഹയ്യ്, എക്സിക്യൂട്ടീവ് മെമ്പർ ജിജോ ജോർജ് പ്രസംഗിച്ചു. പിന്നെ ഓരോ പദ്ധതികളായിട്ട് പറഞ്ഞിട്ടുള്ളത്: സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ യൂണിറ്റുകൾ, സ്ട്രോക്ക് വന്ന രോഗികളുടെ പുനരധിവാസത്തിന് മൾട്ടി സ്പെഷ്യാലിറ്റി സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ യൂണിറ്റുകൾ ആരംഭിക്കും. സ്ട്രോക്കിന് ശേഷം സാധാരണയായി കാണാറുള്ള വൈകല്യങ്ങൾക്ക് ഒരു രോഗിയെപ്പോലും വിട്ടുകൊടുക്കാതെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ലക്ഷ്യം. സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ യൂണിറ്റുകളിൽ മൾട്ടി ഡിസിപ്ലിനറി സ്ട്രോക്ക് ടീമിൻ്റെ സേവനം ലഭ്യമാക്കും. കിടപ്പിലായ രോഗികൾക്ക് ആവശ്യമായ തെറാപ്പികളെല്ലാം ഇവിടെ ഒരുക്കും. ക്യാൻസർ രോഗ ചികിത്സാ കേന്ദ്രം എന്ന തലക്കെട്ടിൽ മലപ്പുറത്തിൻ്റെ ആരോഗ്യം കാക്കാൻ സമഗ്ര പദ്ധതി തയ്യാറാക്കും. ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗനിർണയത്തിനും ചികിത്സക്കും സുപ്രധാനമായ പദ്ധതി മനസ്സിലുണ്ട്. ഇവരുടെ ചികിത്സയ്ക്ക് പണം തടസ്സമാകരുത്. ഉന്നത നിലവാരമുള്ള റേഡിയേഷൻ തെറാപ്പി സൗജന്യമായി നൽകാൻ സാധിക്കണം. ഒത്തിരി ക്യാൻസർ രോഗികളുടെ പ്രയാസം നേരിൽ കണ്ട് ജനപ്രതിനിധിയാവുന്നതിന് മുമ്പേ മനസ്സിൽ താലോലിച്ച ലക്ഷ്യമാണത്. അടുത്തത് വിദ്യാഭ്യാസ മേഖല. വിജയബേരി പദ്ധതിയുടെ നമ്മുടെ മലപ്പുറം മോഡൽ ലോകം ചർച്ച ചെയ്തതാണ്. ഇതിനൊരു തുടർച്ചയുണ്ടാവും.
ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ലോക നിലവാരത്തിലേക്ക് ഉയരാൻ ഫിനിഷിംഗ് സ്കൂളുകൾ ഒരുക്കും. ഹയർ സെക്കൻഡറി മേഖലയിലെ സീറ്റ് പ്രതിസന്ധി എല്ലാ വർഷവും ചർച്ചയാണ്. ഇതിനൊരു പരിഹാരം കാണാൻ ഇടപെടൽ ഉണ്ടാകും. വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത നിലവാരത്തിലുള്ള പദ്ധതികളാണ് ജില്ലയെ കാത്തിരിക്കുന്നത്. ആദിവാസി സ്പെഷ്യൽ പാക്കേജ് എന്ന തലക്കെട്ടിൽ ആദിവാസി സമഗ്ര വികസനത്തിനായി സ്പെഷ്യൽ പാക്കേജ് കൊണ്ടുവരും. സംസ്ഥാന സർക്കാർ ഫണ്ട് നൽകാത്തതിനാൽ വിദ്യാവാഹിനി പദ്ധതി ഉൾപ്പെടെ പ്രതിസന്ധിയിലാണ്. ഈ അധ്യയന വർഷം സ്കൂളിൽ പോകാത്ത വിദ്യാർത്ഥികൾ ആദിവാസി പദ്ധതികളിലുണ്ട്. അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരും. അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തും. ഇവർക്കായി ആരോഗ്യ മേഖലയിലും പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കും. അടുത്തത് 100 പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങൾ. ആ തലക്കെട്ടിൽ വന്നിട്ടുള്ളത് ഒഴിവു സമയങ്ങൾ ഉല്ലാസത്തിനായി ഉപയോഗിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ കൂടിയിരുത്തങ്ങൾക്ക് വേദിയൊരുക്കണം. ഇതിനായി ജില്ലയിൽ 100 പുതിയ പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങൾ ഒരുക്കും. DTPയുമായി ചേർന്ന് ഇതിന് പദ്ധതി തയ്യാറാക്കും. ഇവിടെ വിനോദത്തിനൊപ്പം ആരോഗ്യ സംരക്ഷണത്തിനും സൗകര്യങ്ങളുണ്ടാവും. വിനോദസഞ്ചാരത്തിന് വലിയ സാധ്യതകൾ തുറക്കുന്ന അറിയപ്പെടാതെ പോയ ഒത്തിരി ഇടങ്ങളുണ്ട്. ഇത്തരം കേന്ദ്രങ്ങളെയാണ് പദ്ധതിക്കായി തിരഞ്ഞെടുക്കുക. അടുത്തത് പ്രവാസികളെ കൈവിടില്ല എന്ന തലക്കെട്ടിൽ പ്രവാസി ക്ഷേമ പദ്ധതികൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രധാന അജണ്ടയാണ്. നമ്മുടെ നാട് ഏറെ ആദരവ് കൽപ്പിക്കേണ്ട വിഭാഗമാണ് അവർ. അവരുടെ സേവനം അടയാളപ്പെടുത്തുന്ന രീതിയിൽ പദ്ധതികൾ ആലോചനയിലുണ്ട്. പ്രവാസി പുനരധിവാസം ഭീഷണി നേരിടുന്ന സമയമാണ്. ദീർഘകാലം പ്രവാസ ജീവിതം നയിച്ച് മടങ്ങിയെത്തുന്നവർക്ക് സാമ്പത്തികമായും ആരോഗ്യമായും വലിയ പ്രയാസം നേരിടുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. പ്രവാസി സംഘടനകളുമായി ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തും. ഇത് കാർഷിക രംഗത്തെക്കുറിച്ച് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് വേദിയൊരുക്കും. മലപ്പുറത്തിൻ്റെ പേര് അടയാളപ്പെടുത്തുന്ന രീതിയിൽ വിപണന മേഖലയിൽ പുതിയ മാതൃകകൾ അവതരിപ്പിക്കും. തീരദേശ മേഖലയിൽ ശുദ്ധജല പ്രശ്നം രൂക്ഷമാണ്. കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്ററിലെ ജലപരിശോധനാ ലാബ് നടത്തിയ പഠനത്തിൽ ഇത് ബോധ്യപ്പെട്ടതാണ്. ഇതിന് പരിഹാരം കാണും. അടുത്തത് കായിക മുന്നേറ്റം. ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ചു വന്നത് ഫുട്ബോളിൻ്റെ ഈറ്റില്ലമായ അരീക്കോട് നിന്നാണ്. അതുകൊണ്ട് തന്നെ കായിക മേഖലയിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കും. ഫുട്ബോളിന് പ്രാധാന്യം നൽകുന്നതോടൊപ്പം ജില്ലാ പഞ്ചായത്തിന് കീഴിൽ സിന്തറ്റിക് സ്റ്റേഡിയങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കും. വളരെ കൃത്യമായി തന്നെ പ്രിയങ്കരനായ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ജബ്ബാർ ഹാജിയും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AP സ്മിജിയും നടത്തിയ മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദി പ്രസ് പരിപാടിയിലാണ് പ്രിയപ്പെട്ട ഈ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഈ റിപ്പോർട്ടുമായി പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. കൃത്യമായി തന്നെ കേരളം ഉറ്റുനോക്കുന്ന ഒരു ജില്ലാ പഞ്ചായത്താണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. വളരെ കൃത്യമായി തന്നെ കേരളത്തിൽ പ്രതിപക്ഷമില്ലാത്ത ഒരു ജില്ലാ പഞ്ചായത്തായി മലപ്പുറം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും കൃത്യമായി തന്നെ പ്രിയങ്കരായ മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതാക്കൾ, സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ കൃത്യമായി തന്നെ പ്രതിപക്ഷത്തോടൊപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുമിച്ച് പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അവരുമായി കൂടിയാലോചിച്ച് ഭരണ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പ്രിയപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ പ്രിയങ്കരായ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതാക്കളടക്കമുള്ളവർ ഉറപ്പ് നൽകിയിട്ടുള്ളത്. കൃത്യമായും തന്നെ ഏവരും ഉറ്റുനോക്കുന്ന ഒരു ജില്ലാ പഞ്ചായത്തായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇതുവരെ തന്നെ വികസന വിപ്ലവങ്ങൾ രചിച്ചുകൊണ്ട് കഴിഞ്ഞ ഭരണസമിതി പ്രിയപ്പെട്ട MK റഫീഖ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ തന്നെ വിഭിന്നമായി മുന്നേറുകയായിരുന്നു. അതിൻ്റെ തുടർച്ച എന്നോണം പ്രിയ ജബ്ബാർ ഹാജിയും അഡ്വക്കേറ്റ് സ്മിജി അടക്കമുള്ളവരുടെ ഒരു ഉജ്ജ്വലമായ പോരാട്ടം, ഉജ്ജ്വലമായ വികസന വിപ്ലവം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് ഈ ഒരു
പത്രസമ്മേളനത്തിലൂടെ തുടക്കത്തിൽ തന്നെ പ്രിയ ജബ്ബാർ ഹാജിയുടെ പ്രസ്താവനയോടുകൂടെ നമുക്ക് ബോധ്യമാണ്. വലിയ മുന്നേറ്റം നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ സർവ്വവിധ പിന്തുണയും എല്ലാവരും ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. വളരെ കൃത്യമായി തന്നെ ഒരു സന്തോഷമായ റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷം നൽകുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, മാസലാം.